ചേച്ചി ഇവരെയും കൊണ്ട് എവിടെ പോവാണ്? എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളിപ്പോ പെരുവഴിയാണ്. 4 പെൺകുഞ്ഞുങ്ങളുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ പെരുവഴി നിൽക്കുന്ന ഒരു ഉമ്മയാണിത് കേട്ടോ. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോകണമെന്ന് ചേച്ചിക്ക് അറിയത്തില്ല. മോളെ എങ്ങോട്ട് പോകും? അറിയത്തില്ല. ഉമ്മ ഞങ്ങളെ നോക്കാനായിട്ട് വലിയ പ്രയാസപ്പെടും. കാരണം വെച്ചാൽ ഓരോരുത്തരുടെ അടുത്തും വായ്പ വഹിക്കുമ്പോഴെല്ലാവരും മോശമായ രീതിയിൽ അമ്മയോട് സംസാരിക്കുന്നു. ഭർത്താവ് എന്തി? അയാളാണ് എന്നെ ഇറക്കി വിട്ടത്. ഒരു നേരത്തെ ആഹാരം പോലും അയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഈ മോൾക്ക് 6 മാസമുള്ളപ്പോൾ പോയതാ. ആ മോൾ എങ്ങനെ ഇരിക്കുന്നു പോലും അയാൾക്ക് അറിയില്ല. ഇവരൊക്കെ മനുഷ്യനാണോ? ജന്മം കൊടുക്കാൻ മാത്രം പോരാ, ഉടുതുണി പോലും എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഈ 4 കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഇവർക്ക് ആരുമില്ല, നമ്മളേ ഉള്ളൂ. ഇവർക്ക് ഒരു കയറിക്കിടക്കാൻ താൽക്കാലികമായിട്ടൊരു വാടക വീടെങ്കിലും എടുത്ത് അവര് സുരക്ഷിതമായിട്ട് അവർ കഴിഞ്ഞോളും. ഒസീലാമ്മ എന്തോളാ? ഒസീലാമ്മ, ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് 2-3 ദിവസം ഇവിടെ നിൽക്കട്ടെ. എനിക്ക് വേറെ കയറി കിടക്കാനൊരു ഇടവില്ല. ഞങ്ങൾ മക്കളും പെരുവഴിയാ. നമസ്കാരം. 4 പെൺകുഞ്ഞുങ്ങളുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ പെരുവഴി നിൽക്കുന്ന ഒരു ഉമ്മയാണിത് കേട്ടോ. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോകണമെന്ന് ചേച്ചിക്ക് അറിയത്തില്ല. 4 കുട്ടികളാണ്. ഒരു മോള് +1 പഠിക്കുന്നു, ഒരു മോൾ 9 പഠിക്കുന്നു, ഒരു മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു കുഞ്ഞിന് എത്ര വയസ്സായി ചേച്ചി? 1 വയസ്സും 8 മാസമായി. 1 വയസ്സും 2 വയസ്സാകാൻ പോകുന്നു. ഈ 4 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഉമ്മ എങ്ങോട്ട് പോകണം? കാരണം ആദ്യ വിവാഹം കഴിച്ചിട്ടുള്ളതാണ് 3 കുഞ്ഞുങ്ങൾ. അദ്ദേഹം കളഞ്ഞിട്ട് പോയി. രണ്ടാമത് വീണ്ടും ശാരീരിക പ്രശ്നങ്ങളുള്ള ഇളിക്ക് താപ്പോട്ട് തളർന്ന ഒരു മനുഷ്യനെ, അദ്ദേഹത്തിനൊരു കൈത്താങ്ങായിക്കോട്ടെ, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സംരക്ഷണമായിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. അതിലുള്ളതാണ് ഈ പെൺകുട്ടി. പക്ഷേ അദ്ദേഹവും ഉപേക്ഷിച്ചു പോയി. ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഉമ്മ ഇനി എങ്ങോട്ട് പോകണം? എങ്ങോട്ടും പോകാൻ വഴിയില്ല. പെരുവഴി കയറിക്കിടക്കാൻ 1 സെന്റ് ഭൂമിയില്ല, ഒരു അടച്ചുറപ്പുള്ള ഒരു വീടില്ല, ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. ചേച്ചി എങ്ങോട്ട് പോകും? നമുക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഞങ്ങളിപ്പോൾ പെരുവഴിയാണ്. പിന്നെ അന്യരുടെ വീട്ടിൽ കിടക്കുന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കേരളപുരത്താണ് ഈ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പെരുവഴിയിലായ ഉമ്മയുടെ ദയനീയ കാഴ്ച. നമ്മുടെ നാട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരെവിടെ പോകണം? നമ്മൾ എന്താ പറയണ്ടേ? സത്യം പറഞ്ഞാൽ പറയാൻ പോലും വാക്കുകളില്ല. ഈ മോള് +1 പഠിക്കുന്നത്. അവൾ ഈ വെക്കേഷൻ ടൈമിൽ ജോലിക്ക് പോയാണ് ഇവർക്ക് ജീവിക്കുന്നത്. ചേച്ചിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ കുഞ്ഞിനെയും കൊണ്ട് എന്നും SIT ആശുപത്രിയിലാണ്. ഈ അവധി സമയത്ത് ഈ മോള് ഒരു കടയിൽ നിൽക്കാൻ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. ഇവർക്ക് ഇപ്പം എങ്ങോട്ട് പോകണമെന്നറിയാതെ പെരുവഴി നിൽക്കുകയാണ്. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളെ. നമുക്ക് എന്തായാലും ഒരു നല്ല വഴിയൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രാർത്ഥിക്കുക. ഇത് കാണുന്ന ആരെങ്കിലും നല്ല മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടും. ഒന്നും വേണ്ട. ഇവർക്കൊരു 3 സെന്റ് വസ്തുവും ഒരു വീടും മതി. ഒന്ന് താമസിക്കാൻ ഒരു വാടക വീടെങ്കിലും കിട്ടിയ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചേച്ചി കയറി കിടക്കാൻ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടുജോലി എങ്ങനെ ചെയ്ത് ജീവിക്കും? എവിടെങ്കിലും പോയി കഷ്ടപ്പെട്ടാലും ചെയ്യാം. ഉമ്മ ഞങ്ങളെ നോക്കാനായിട്ട് വലിയ പ്രയാസപ്പെടും. കാരണം വെച്ചാൽ ഓരോരുത്തരുടെ അടുത്തും വായ്പ വഹിക്കുമ്പോഴെല്ലാവരും മോശമായ രീതിയിൽ അമ്മയോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഉമ്മക്ക് അതിലോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വായ്പ മേടിച്ചു ഒക്കെ ഞങ്ങളെ കാര്യങ്ങൾ തന്നെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വല്ലൊരു സഹായിക്കും. ഇത് ബാഗിനും ബുക്കിനും ഒക്കെ അങ്ങനെ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തർ തരുന്ന ഉടുപ്പ് ആയാലും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. മോളിപ്പം ജോലിക്കും പോകുന്നുണ്ടല്ലേ? ഞാൻ ഒരു ഫാൻസി കട ജോലിക്ക് വന്നു. എത്ര ശമ്പളം കിട്ടും? 270 രൂപ ഒരു ദിവസം അല്ലേ? അപ്പൊ അതുകൊണ്ടൊന്നും ഉമ്മയുടെ കൊടുക്കുമോ? ഞങ്ങളതിലൊരു നിവർത്തിയില്ല. ഉമ്മ 2ാമത് വിവാഹം കഴിച്ചാണ് ഞങ്ങളെ ചീത്ത വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. സഹിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ? എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താ മോളെ? ഞങ്ങൾക്ക് കയറി കിടക്കാനായിട്ടുള്ള ഒരു ഇടവും വേണം. 2 മുറിയുള്ളൊരു വീട് മതിയില്ലേ? മുറിയും വേണ്ട, ഒരു ഹാളായാലും കുഴപ്പമില്ല, അവിടെ കിടന്നാൽ മതി. ഈ ആദ്യത്തെ ബാപ്പ വിളിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല. ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു പോലും അറിഞ്ഞൂടാ. ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങളടുത്ത് ചാടിക്കറിയുകയും ഫോൺ കട്ട് ചെയ്ത് പോവുകയും ചെയ്യും. മോള് കണ്ടിട്ടുണ്ടോ ബാപ്പായെ? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ കണ്ടിട്ടില്ല. നമ്മളെ കണ്ടിട്ടില്ല. നിങ്ങളെ ഇഷ്ടമല്ല? അതുമല്ല, ഇയാളുടെ 6ാം മാസത്തിൽ പോയ ഞങ്ങളെ വാപ്പ. ഇയാൾ എങ്ങനെ ഇരിക്കുന്നു പോലും അറിയത്തില്ല. ഡ്രസ്സൊക്കെ കൂട്ടുകാരികളൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പം ഞങ്ങൾ വല്ലരും തിരുന്നിട്ടുണ്ട്. ഈ 4 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പെരുവഴിയിലാണ്. ഭർത്താവ് എന്തി? അയാളാണ് എന്നെ ഇറക്കി വിട്ടത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 30-ാം തീയതി സാധനങ്ങളെല്ലാം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റി കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിക്കൊടുത്ത്. ഞാൻ വാടക കൊടുക്കുന്ന വീട്ടിൽ നീ കയറി കിടക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇറക്കി വിട്ടത്. പെൺകുഞ്ഞുങ്ങളെ ഓരോരോ വീടുകളിലാക്കിയേക്കുവാണ്. നിവർത്തിയില്ല, കിടക്കാനിടമില്ല. സ്വന്തമായിട്ട് കയറി കിടക്കാനില്ല, ഇടമില്ല. എനിക്കൊരു വീടെടുക്കാൻ നിവർത്തിയില്ല. ഇവരൊക്കെ എത്രയൊക്കെയാ മോള് പഠിക്കുന്നത്? മൂത്ത മോള് +2. മോള് ഷബാന. മോളെയോ? ആ മോള് എത്രല്ല? 9. ഈ മോളോ? 8 ഷിഫാന. ഇത് കൈയിരിക്കുന്ന കുഞ്ഞ് ഇസാന. മോക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. ആദ്യത്തെ വിവാഹത്തിലാണ് 3 മക്കളുണ്ട്. 3 പെൺകുട്ടികളുണ്ട്. അദ്ദേഹം കളഞ്ഞിട്ട് പോയി മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പൊ ഞാൻ 2ാമത് കുഞ്ഞുങ്ങൾ ചെലവിന് പോലും തരത്തില്ല. അയാള് 3000 രൂപ വെച്ച് കോടതി വിധി വന്നത്. അത് തന്നില്ലെങ്കിൽ ഇല്ല. ആ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിനകത്താണ് പൊടിക്കുഞ്ഞുണ്ടായി ഈ കുഞ്ഞിന് ജന്മം ചെയ്തത്. അതും എല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വികലാംഗനായ ഒരാളാണല്ലേ? നടക്കത്തില്ല. എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ അയാളെ വായിരിക്കുന്ന എന്നെ പറയുന്നൊന്നും പടച്ചവൻ പോലും പോകത്തില്ല ആരെങ്കിലും. പിന്നെ പലരുടെയും കയ്യിൽ നിന്നാണ് ഞാൻ വായ്പ മേടിച്ച് എൻ്റെ മക്കളെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൊടുക്കാൻ വഴിയില്ല. ഞാൻ ആ രീതി ഞാൻ അവസ്ഥ അടയ്ക്കുക. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കും വയ്യ, ശ്വാസം മുട്ടും എനിക്കുള്ളതാ. ഈ കുഞ്ഞിനും വയ്യല്ലേ? ഈ കുഞ്ഞിനും എനിക്ക് ശ്വാസം മുട്ടുണ്ട്, തൈറോയ്ഡ് കൂടുതലാണ് എനിക്കിപ്പം വയ്യാത്തോണ്ട്. മോക്ക് വാൽവിന് തകരാറുണ്ട്, പിന്നെ മോക്ക് കണ്ണിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അങ്ങനെ SIT കൊല്ലത്തുനിന്ന് SIT വിട്ടായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. 17-ാം തീയതി ആയിരുന്നു ഈ വാൽവിന് തകരാറുണ്ടെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ മോക്ക് വേറെ പിന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ്. സ്കൂള് വെക്കാൻ പോലും എൻ്റെ സാമ്പത്തികമൊന്നുമില്ല, മേടിക്കാൻ പോലും ആരും സഹായിക്കാനില്ല. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കത്തില്ല. ഒരു വീടെടുക്കാൻ ആരും സഹായിക്കുന്നില്ല. എല്ലായിടത്തും ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കൊരു 20 രൂപ തന്നാൽ ഒരു വീടെടുക്കാനെന്ന്, എന്നിട്ട് പോലും ആരും തരുന്നില്ല. പലിശയ്ക്ക് വരെ ചോദിച്ചു. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ടൊന്ന് താമസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്. ഞാൻ 17 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതാണോ? ആണ്. എൻ്റെ ജീവിതം ഇങ്ങനെ, എൻ്റെ മക്കളുടെ അവസ്ഥ ഇങ്ങനെ. ആരെയും വിശ്വസിക്കാക്കത്തില്ല. അങ്ങേറ്റം വന്ന് ഇപ്പം ഭിന്നശേഷിയുള്ള പോലും വിശ്വസിക്കാക്കത്തില്ല. പക്ഷെ ഞാൻ നല്ലൊരുത്തന്നെ എടുത്തിരുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഇങ്ങനെ നടക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല. പക്ഷെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ആ പുള്ളിക്കാരൻ എന്നെ പറയുന്ന അപരാധങ്ങളും ആക്ഷേപങ്ങളും കേൾക്കണം. ഞാൻ അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ മക്കളൊന്നും പെരുവഴി കിടക്കത്തില്ല. പക്ഷെ എന്നെ കൈ വരുന്ന ഒരുപാട് പറഞ്ഞു, ഒരുപാട്. ഇനി എനിക്കത് പൊരുത്തപ്പെട്ട് പോകാനും എൻ്റെ മക്കൾക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നെങ്കിലും, എൻ്റെ മക്കളെയും കൊണ്ട് നടക്കുന്നെങ്കിലും ഞാൻ ഇപ്പോഴും പറയാം, ദൈവമേ എനിക്ക് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചു എനിക്കൊരു കൂരെങ്കിലും ആക്കി തന്നാൽ മതി. ഇത് നിവർത്തിയുടെ അങ്ങനെ ആയതിൻ്റെ പേരില്ല. ഒസീലാമ്മ എന്തോളാ? ഒസീലാമ്മ, ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് 2-3 ദിവസം ഇവിടെ നിൽക്കട്ടെ. എനിക്ക് വേറെ കയറി കിടക്കാനൊരിടവില്ല. ഞങ്ങൾ മക്കളും പേരുവഴിയാ. അതേപോലെ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ കഷ്ടപ്പെടും ഓരോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന ഭർത്താവുണ്ടല്ലോ, ആദ്യത്തെ അയാളുടെ പേരെന്ത് ചോദിച്ചു? ഷാനവാസ്. എവിടെ സ്ഥലം? കരുവ, അഞ്ചാലുമൂട് സ്വദേശിയാണ്. രണ്ടാമത്തെ ആളുടെ പേര് ഹാഷിം. അത് കേരളപുരമാണല്ലേ? ഇവരൊക്കെ കാണണം. കാരണം ജന്മം കൊടുത്തൊരു കുഞ്ഞ്, ഹാഷിമിന്റെ ഒരു കുഞ്ഞാണ് ചേച്ചിയുടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഷാനവാസിന്റെ ജന്മം കൊടുത്ത 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും അയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഈ മോക്ക് 6 മാസമുള്ളപ്പോൾ പോയതാ. ആ മോൾ എങ്ങനെ ഇരിക്കുന്നു പോലും അയാൾക്ക് അറിയില്ല. ഇവരൊക്കെ മനുഷ്യനാണോ? ജന്മം കൊടുക്കാൻ മാത്രം പോരാ. മക്കൾക്ക് ഒരു ബുക്കാവട്ടെ, ഒരു പെൻസിലാവട്ടെ, ഒരു വാപ്പ മേടിച്ചു കൊടുത്തിട്ടില്ല. ഞാനാണ് കണ്ടിട്ടില്ല. ഒരു നോക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ, ഇവരെ കണ്ടിട്ടില്ലല്ലോ. ഈ അമ്പൂറ്റുകളുള്ള കുഞ്ഞുങ്ങളെ നല്ലൊരു ദിവസം വന്നാൽ പോലും ഒരു ഉടുതുണി പോലും എൻ്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. എന്തായാലും ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ, ഈ 4 കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ലേ. ഇവർക്ക് ആരുമില്ല, നമ്മളേ ഉള്ളൂ. ഇവർക്ക് ഒരു കയറിക്കിടക്കട താൽക്കാലികമായിട്ടൊരു വാടക വീടെങ്കിലും എടുത്ത് അവർ സുരക്ഷിതമായിട്ട് അവർ കഴിഞ്ഞോളും. എന്നിട്ട് അവർക്കൊരു വീടാണ് ഏറ്റവും വലിയ ആവശ്യം. 6 മുന്നേ അവർ അധ്വാനിച്ച് ജീവിച്ചോളാം. ഒരു കയറിക്കിടക്കാൻ ഒരു വീട് ചെയ്തു കൊടുക്കാൻ ഇത് കാണുന്ന നല്ല മനുഷ്യരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തുപോലെ ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടില്ലെന്ന് നിങ്ങൾ നടിക്കരുതേ.